മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, പുറമേയുള്ള പ്രകടനത്തിലും പൊള്ളയായ വാക്കിലും മയങ്ങരുത്. അകം തിരിച്ചറിയുന്നിടത്താണ് വിജയം. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തിയും നിങ്ങൾക്കുള്ള പാഠങ്ങളാണ്. ഒന്നുകിൽ എങ്ങനെയാകണമെന്നും അല്ലെങ്കിൽ എങ്ങനെ ആകരുതെന്നുമുള്ള പാഠങ്ങൾ. കൂടെയുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടിയുള്ള ഓട്ടമായിരുന്നു പലരുടെയും ജീവിതമെന്ന് അവസാനം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ല എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിൽ നിങ്ങൾ കരുത്തുള്ളവരായി മാറുന്നത്. ആദ്യം അത് നിങ്ങളെ വിഷമിപ്പിക്കും, എങ്കിലും ക്രമേണ നിങ്ങൾ ശക്തരാകും. ഭക്തരെ, എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളായി ജീവിക്കുക. അസൂയയും സ്വാർത്ഥതയുമുള്ള മനുഷ്യരോട് നിങ്ങളുടെ സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കരുത്. കാരണം നിങ്ങളുടെ സങ്കടങ്ങളിൽ അവർ ആനന്ദിക്കുകയും നിങ്ങളുടെ സന്തോഷങ്ങളിൽ അസൂയപ്പെടുകയും ചെയ്യും. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കും. ഭക്തരെ, സാന്നിധ്യമായാലും സംസാരമായാലും ആവശ്യമുള്ളിടത്തും ആവശ്യപ്പെടുന്നിടത്തും മാത്രം കൊടുക്കുക. വലിഞ്ഞു കയറി ചെല്ലുന്നിടത്ത് വലിച്ചെറിയപ്പെടുമെന്ന സത്യം മറക്കാതിരിക്കുക. ഭക്തരെ, സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും. പക്ഷേ നിങ്ങളുടെ മനസ്സു നോവുമ്പോൾ ആർക്കാണ് നോവുന്നത്? അവരാണ് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നത്. ജീവിതത്തിൽ സ്വയം മാറാൻ ആരും ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരെ മാറ്റാനാണ് കൂടുതൽ പേർക്കും താല്പര്യം. ഭക്തരെ, ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ടാകും. പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള കഴിവുണ്ടാകും. ഭക്തരെ, നിന്നിലാണ് തെറ്റെങ്കിൽ തിരുത്തേണ്ടത് നീയാണ്. എന്നാൽ നീ തന്നെയാണ് തെറ്റെങ്കിൽ തിരുത്തുന്നത് കാലമായിരിക്കും. വാക്കുകളാണ് ബന്ധങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും. വീണ്ടു വിചാരമില്ലാതെ തൊടുത്തെറിയുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടിയാൽ അത് ആഴത്തിൽ ചെന്ന് പതിക്കുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങളിലേക്കാണ്. അവർക്ക് പലർക്കും അത് ക്ഷമിക്കാൻ കഴിഞ്ഞാലും അത് മറക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഭക്തരെ, നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. ഭക്തരെ, ആരെയും ചാരി നിന്നാവരുത് ജീവിതം. അവർ മാറുമ്പോഴുള്ള വീഴ്ച താങ്ങാനായി എന്ന് വരില്ല. ഭക്തരെ, ഒരു നിമിഷം പോലും നിങ്ങളെ മനസ്സിലാക്കാത്തവർ ഒരായുസ് മുഴുവനും കൂടെ ഉണ്ടായാലും ഒരു ഫലവുമില്ല. എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാൻ ഈ പ്രപഞ്ചം മുഴുവനും അവരെ സഹായിക്കാനെത്തും. ഭക്തരെ, ജീവിതം ഇടയ്ക്കിടെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിക്കേണ്ടി വരുമെന്ന്. ഒറ്റയ്ക്കാകുമ്പോൾ നെഞ്ചുരുകി കരയരുത്. മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ജനിച്ചത് ഒറ്റയ്ക്ക്, വളരുന്നത് ഒറ്റയ്ക്ക്, ജീവിക്കുന്നത് ഒറ്റയ്ക്ക്, മരിക്കുന്നത് ഒറ്റയ്ക്ക്. എപ്പോഴും കൂടെയുണ്ടാകുന്നത് കർത്തവ്യങ്ങളും കടമകളും മാത്രമാണ്. ഇതിനിടയിൽ നിങ്ങൾക്കായി ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സംതൃപ്തമായ ജീവിതം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.